റാസിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർണ്ണവിവേചനം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും നിലനിന്ന മനുഷ്യത്വ വിരുദ്ധമായ അനീതിയാണ്. ഇറ്റ്സ് എ ക്രൈം അഗൻസ്റ്റ് ഹ്യൂമാനിറ്റി, മാനവരാശിക്കെതിരെയുള്ള കുറ്റകൃത്യം. നമുക്കറിയാം, ഇന്ത്യയിൽ വർണ്ണവിവേചനം ഉണ്ടായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിറഞ്ഞിരുന്നു. അവിടെയുള്ള നാഷണൽ പാർട്ടി ന്യൂനപക്ഷമായിരിക്കുന്ന വെള്ളക്കാരുടെ പാർട്ടി അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന കറുത്ത വർഗ്ഗക്കാരെ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഏഷ്യൻസ് 3 വിഭാഗമായി തിരിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രം ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് വെള്ളക്കാരുടെ മേഖലയിൽ നിന്ന് കറുത്ത വർഗ്ഗക്കാരെ മാറ്റി താമസിപ്പിക്കുകയും ഘട്ടം ഘട്ടമായിട്ട് അവരുടെ പൗരത്വം തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. ഒരു വലിയൊരു വിഭാഗത്തെ വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കുകയും അവരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന രീതിയിൽ ലോകത്തെമ്പാടും സംഭവിച്ചിട്ടുള്ള മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ് വർണ്ണവിവേചനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വർണ്ണവിവേചനം നിലനിന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടീഷുകാർ ഇതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, റാസിസത്തിൻ്റെ ആശയം, വർണ്ണവിവേചനത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വെളുത്ത തൊലിയുള്ളവർ ശ്രേഷ്ഠന്മാരാണെന്നും ജെനറ്റിക്സായിട്ട് തന്നെ, ജനിതകപരമായിട്ട് തന്നെ അവർ ഉന്നതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ന്യൂനപക്ഷമായിരിക്കുന്ന ഒരു വിഭാഗം അധിനിവേശം സ്ഥാപിക്കുകയും അതിനാവശ്യമായ പ്രത്യയശാസ്ത്ര ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇത്തരം വർണ്ണവിവേചനങ്ങളുടെ മറുപതിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ ഈ പറഞ്ഞ രീതിയിലുള്ള വിവേചനങ്ങളായിട്ട് കെട്ടുപടഞ്ഞു കിടക്കുന്നത് തന്നെയാണ്. ഗുണകർമ്മ വിഭാഷ. ഭഗവത്ഗീതയിലൂടെ ബ്രാഹ്മണാധിപത്യ തത്വങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെന്നും മുൻജന്മ കർമ്മങ്ങളുടെ ഗുണഫലമായിട്ടാണ് ഇന്ന് ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം ഇവിടെ സുഖലോലുകളായിട്ട് ജീവിക്കുന്നതെന്നും അവർക്ക് അധികാരം എന്നത് ദൈവത്തിൻ്റെ പ്രത്യയശാസ്ത്രമായിരിക്കുന്ന മനുസ്മൃതിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് മനുസ്മൃതിയിലൂടെയാണ് ചാതുർവർണ്ണ വ്യവസ്ഥ അടിച്ചേൽപ്പിച്ചത്. ഇതും വർണ്ണവിവേചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത് നിലനിന്നിരുന്നു. കൂടുതൽ നിന്നത് മതങ്ങളുടെ പേരിൽ തന്നെയാണ്. മതങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അതിനെ പ്രത്യയശാസ്ത്രപരമായിട്ട് അതിനെ അംഗീകരിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്താഗതി ഇന്ത്യയിൽ കൂടുതലായിട്ട് നിന്നത് മതത്തിൻ്റെ ബേസിൽ തന്നെയാണ്. ജാതി വിവേചനം, തൊട്ടുകൂടായ്മ, തീണ്ടക്കൂടായ്മ എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. നമുക്കറിയാം, രാക്ഷസ കുലം, അസുരന്മാർ എന്ന് പറയുന്നു. ഈ അസുരന്മാരെയൊക്കെ കറുത്ത വർഗ്ഗക്കാരായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചത്. ദേവന്മാർ, സുന്ദരന്മാർ. അത്തരത്തിലുള്ള ചിത്രീകരണത്തിലൂടെ കലയാണെങ്കിൽ സാഹിത്യങ്ങളാണെങ്കിൽ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള മതം നൽകിയ ദർശനങ്ങളും കാഴ്ചപ്പാടുകളാണ് അതിലൂടെ പ്രചരിപ്പിച്ചത്. ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന്. ഇവിടെ ഗാന്ധിജി അടക്കമുള്ള ആൾ. ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയും. ഗാന്ധിജിയും മാർട്ടിൻ ലൂതർ കിങ് ഏകദേശം കണ്ടംപറീസ് ആണ്. കണ്ടംപറീസ് മീൻസ് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ്. ഇവർ രണ്ടാളും പോരാടിയിരുന്നത് അൺടച്ചബിലിറ്റി, ഒന്ന് റാഷിസം, വർണ്ണവിവേചനത്തിനും തൊട്ടുകൂടായ്മക്കെതിരെയും. ഇത് ലോകത്തിൽ മൊത്തം നടത്തിയൊരു സമരമാണ്. അവശിഷ്ടങ്ങൾ ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇന്ത്യയിലെ കാസ്റ്റ് വ്യവസ്ഥ. ജാതി എന്നുള്ള സിസ്റ്റത്തിനെ തച്ചുടക്കാതെ, ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തച്ചുടക്കാതെ, അത് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്, അതിനെ തച്ചുടക്കാതെ ഈ ജാതിബോധം ഇവിടെ പോവില്ല എന്നുള്ളതാണ്. ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ ജാതി ഇല്ലായ്മ ചെയ്യൂ. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ജാതികളുടെ സംഘാടകമാണ്. ജാതി ഇല്ലാതെ ഹിന്ദുമതം നിലനിൽക്കാൻ പറ്റില്ല. തട്ടുതട്ടായിട്ടുള്ള ജാതി വ്യവസ്ഥ ചാതുർവർണ്ണത്തിൻ്റെ അടിസ്ഥാന നിയമമാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ 2 സ്വത്തിന് അവകാശമുള്ളവരാണ്. അതായത് ദേവസ്വം, ബ്രഹ്മസ്വം. അമ്പലത്തിൻ്റെ ആണെങ്കിലും സാധാരണ എല്ലാ സ്വത്തിനും അവകാശമുള്ളത് ബ്രാഹ്മണരാണ്. ഭൂമിയുടെ അധീനശ്വർ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണെന്ന് പറയുകയും ക്ഷത്രിയന്മാർ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കൽ, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിച്ചു കൊടുക്കലാണ് ക്ഷത്രിയൻ്റെ ജോലി. രാജഗുരു എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ ഉപദേശപ്രകാരമാണ് രാജ്യം ഭരിക്കുന്നത്. വൈശ്യർ എന്ന് പറയുന്ന ആരാണ്? ബ്രാഹ്മണർക്ക് സഹായം കൊടുക്കുക. ശൂദ്ര, ഇതൊക്കെ ജാതിപരമായിട്ടുള്ള വിവേചനത്തിൻ്റെ അടിസ്ഥാന ഇന്ത്യൻ വിത്തുകളാണ്. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ഇവിടെ വരുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിലാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ഇതില്ലാത്ത കാലം, ഈ അടിവേരുള്ള കാലത്തോളം ഇത്തരത്തിലുള്ള അടിവേരിൽ നിന്ന് വന്ന മുളകൾ ഇങ്ങനെ വന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത്. ജാതി വിവേചനത്തിനെതിരെ പറയുമ്പോൾ അതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്.